അത് വളരെ വിപുലമായി ഇന്ത്യയിൽ അതിൻ്റെ രാഷ്ട്രീയ പ്രയോഗങ്ങൾ വളരെ വലിയ വിജയങ്ങൾ കാണുകയും ചെയ്തു. ആ രാഷ്ട്രീയത്തിൽ പക്ഷേ രാഷ്ട്രീയ പാർട്ടികൾ ചിലതെല്ലാം വീക്കായെങ്കിലും ആ രാഷ്ട്രീയത്തിന് ഇന്നും ഇന്ത്യയിൽ വളരെയധികം ആ മുദ്രാവാക്യങ്ങൾക്ക് പ്രസക്തി ഉണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ യു പിയിലുള്ള, പ്രത്യേകിച്ച് യു പിയിൽ അവർ ഉന്നയിച്ചിട്ടുള്ള പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു മുദ്രാവാക്യം തന്നെ അതാണ്. മാത്രമല്ല ഫൈസാബാദിലെ കാൻഡിഡേച്ചർ തന്നെയും അതിൻ്റെ ഒരു പ്രതീകമായിരുന്നു. നിങ്ങൾ രാമനെ പ്രതിഷ്ഠിച്ചപ്പോൾ അപ്പുറത്ത് ഒരു ദളിത് കാൻഡിഡേറ്റിനെ പ്രതിഷ്ഠിച്ചുകൊണ്ട് തന്നെ ഈ സാമൂഹിക നീതിയുടെ രാഷ്ട്രീയത്തിൻ്റെ അതിനെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അതിനെ മറികടക്കാൻ സാധിച്ചു എന്നുള്ളത്. അപ്പം ഈ ഒരു ഉള്ളടക്കത്തിനെ പക്ഷേ എങ്ങനെയാണ് ഇനി മുന്നോട്ട് കൊണ്ടുപോകാൻ ഇവരാഗ്രഹിക്കുന്നത്? അത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. കാരണം എന്താ വെച്ചാൽ ആ ചോദ്യത്തിൽ നിന്നാണ് നമ്മൾ കേരളത്തിലടക്കം ഇപ്പോൾ നടക്കുന്ന ചില ചർച്ചകളുടെ കുറച്ചുകൂടി സൂക്ഷ്മ വിശകലനം. അപ്പോൾ കേരളത്തിൽ നമുക്കറിയാം, കേരളത്തിൽ നമ്മൾ ഇതുവരെ പറഞ്ഞിരുന്ന ഒരു എന്താ പറയുക, ഒരു അഭിമാനബോധം ഉണ്ടല്ലോ കേരളത്തിൽ. ഇപ്പോൾ നമ്മൾ പുറത്തുള്ള നമ്മളെ സുഹൃത്തുക്കളൊക്കെ ഈ ഇലക്ഷൻ വന്ന ഉടനെ യു പിയിലുള്ള സുഹൃത്തുക്കളൊക്കെ നമ്മൾ ഫോൺ വിളിച്ചു, വെറുതെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ. സാധാരണ ഇവിടുന്ന് പറയാം നമ്മൾ കേരളക്കാർ അത് BJP-നെ ജയിപ്പിക്കില്ല. പക്ഷെ നമ്മൾ മുമ്പേ അങ്ങനത്തെ ഒരു വിശ്വാസമില്ലാത്ത ആൾക്കാരോട് നമുക്ക് അത്ര വലിയ പ്രശ്നമില്ല. പക്ഷേ ഇവിടെ നമുക്കറിയാം RSSന് ഏറ്റവും കൂടുതൽ ശാഖകളുള്ള സ്ഥലമാണ്. ഹിന്ദുത്വ രാഷ്ട്രീയത്തിന് ആ അർത്ഥത്തിൽ വേരുകളുള്ള സ്ഥലമാണ്. അതിനൊരു ഇലക്ട്രൽ പൊളിറ്റിക്സിലേക്ക്, ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ മുദ്രാവാക്യങ്ങൾക്ക് അതല്ലെങ്കിൽ അവർ ഉൽപ്പാദിപ്പിക്കുന്ന വ്യവഹാരങ്ങൾക്ക് പലപ്പോഴും മുഖ്യധാരയിലൂടെ ഇടം കിട്ടിയിട്ടുള്ളൊരു സ്ഥലമാണ് കേരളം എന്ന് പറയുന്നത്. അത് 80-കൾ മുതൽ വളരെ ദൃശ്യമായിട്ടുള്ളതാണ്. അല്ലെങ്കിൽ മലപ്പുറം ജില്ലയുടെ രൂപീകരണത്തിൻ്റെ അതിനെതിരെ നടന്നിട്ടുള്ള പ്രക്ഷോഭങ്ങൾ മുതൽ നമുക്കറിയാം ആരാണ് നമുക്കറിയാം അത് മലപ്പുറം ജില്ല രൂപീകരിക്കുന്നതിനെതിരെ നിൽക്കുക എന്നുള്ളത് സംഘ് പരിവാറിൻ്റെ രാഷ്ട്രീയമായിരുന്നു. അല്ലെങ്കിൽ ആ സംഘ് പരിവാറിൻ്റെ രാഷ്ട്രീയത്തിനെ ഇവിടെ ഉയർത്തിപ്പിടിച്ചതാരായിരുന്നു? അന്നത്തെ ദേശീയവാദികളായിട്ടുള്ള ആളുകൾ തന്നെയായിരുന്നു. മലപ്പുറം ജില്ല ഇന്നും മലപ്പുറത്തിൻ്റെ വിദ്യാഭ്യാസ പിന്നോക്കാവസ്ഥ എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ മലബാറിൻ്റെ പിന്നോക്കാവസ്ഥ എന്ന് പറയുമ്പോൾ അത് ഇപ്പോൾ മലപ്പുറം എന്ന് പറയുന്നത് ശരിയല്ല എന്ന് വിദ്യാഭ്യാസ മന്ത്രി കഴിഞ്ഞ ദിവസം പോലും നിയമസഭയിൽ പറയുമ്പോൾ ഇതിൽ ആരുടെ ആഖ്യാനാണ് ഇവിടെ ചെയ്യുന്നത്? അതിൻ്റെ കൂടെ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒരു പ്രശ്നം, ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ഇലക്ട്രൽ പൊളിറ്റിക്സിലെ ഒരു വിക്ടറി തൃശ്ശൂരിൽ സുരേഷ് ഗോപി നേടുന്നു. BJP വിന്നബിൾ ആയിട്ടുള്ളൊരു കാൻഡിഡേറ്റായിട്ട് കേരളത്തിൽ വരുന്നു. അപ്പോൾ ഇതിൻ്റെ വോട്ട് എവിടെ നിന്ന് വന്നു, വോട്ട് ഷെയർ എവിടെ നിന്ന് വന്നു എന്നുള്ള കുറേ ചർച്ചകളുണ്ട്. അപ്പോൾ പലപ്പോഴും ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ സുദേശ് എംരൊക്കെ ചാനൽ ചർച്ചകൾ ഓരോ ഒബ്വിയസ്ലി ഈഴവ സമുദായത്തിൽ നിന്ന്, അല്ലെങ്കിൽ ഈഴവ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, കാരണം ഇതിൻ്റെ സ്പ്ലിറ്റ് ചെയ്തിട്ടുള്ള കണക്ക് ഞാൻ ഇതുവരെ പരിശോധിച്ചിട്ടില്ല. OBC എന്ന് പറയാവുന്ന OEC വിഭാഗങ്ങളിൽ നിന്ന് ഒരു 35 ഈ ഇലക്ഷനിൽ ഈ ലോക്നീതി CDSൻ്റെ സർവേ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ വന്ന് ഒരു 35% BJP-യിലേക്ക് പോയിട്ടുണ്ട്. പക്ഷേ നമ്മൾ കാണാതെ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ 2006 മുതലുള്ള കണക്കുകൾ എടുത്ത് പരിശോധിച്ച് നോക്കുക. 2006 മുതൽ കൺസിസ്റ്റൻ്റായിട്ട് BJP കേരളത്തിൽ വോട്ട് ഷെയർ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് മുമ്പ് അതത്ര ഒരു 5%-ലധികം വോട്ട് നേടില്ല. 2006-ലാണ് 4.9% വോട്ട് നേടുന്നത്. അപ്പോൾ മുതലാണുള്ള ഒരു ഇലക്ട്രൽ ഒരു പ്രോസസ്സിലേക്ക് ഇവർ കിടക്കുന്നത്. ഈ ഇലക്ഷൻ മുതൽ നിങ്ങളെടുത്ത് പരിശോധിച്ച് നോക്കുക, കൺസിസ്റ്റൻ്റായിട്ട് BJP നേടിക്കൊണ്ടിരിക്കുന്ന 2006 മുതലുള്ള കണക്കുകൾ ഇതാർക്കും പരിശോധിക്കാവുന്നതാണ്. ലോക്നീതിൻ്റെ നാഷണൽ ഇലക്ഷൻ സർവേസ് സ്റ്റഡീസിൽ ഇത് വളരെ കൃത്യമാണ്. അപ്പോൾ നായർ കമ്മ്യൂണിറ്റിയിൽ നിന്ന് കൺസിസ്റ്റൻ്റായി 2006 മുതൽ വോട്ട് ഷെയർ 10-11, അത് കഴിഞ്ഞ ഇലക്ഷൻ ആകുമ്പോൾ അത് ഏകദേശം 22, കഴിഞ്ഞ നിയമസഭാ ഇലക്ഷനിൽ 22 വരുന്നുണ്ട്. 22% വോട്ട്, അത് മൊത്തം ഹിന്ദു കമ്മ്യൂണിറ്റീൻ്റെ കണക്കെടുത്ത് നോക്കിയാൽ എത്ര പേരും നിങ്ങൾ പരിശോധിച്ചത്? 22% വോട്ട് കൺസിസ്റ്റൻ്റായി പോയിക്കൊണ്ടിരിക്കുന്നു. സ്വാഭാവികമായിട്ടുള്ള വോട്ടർമാർ ഉണ്ടായിരിക്കും. ഈ കൺസിസ്റ്റൻസി ഉണ്ട് എന്നുള്ളതിൻ്റെ അർത്ഥം എന്താണ്? സ്വാഭാവിക വോട്ടർമാരുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നമുക്കൊരു ലീപ്പ് കാണുമ്പോൾ, സാധാരണ ഇലക്ഷനിൽ ഒരു ലീപ്പ് കാണുന്നു. ഇപ്പോൾ ഒരു പ്രാവശ്യം മഞ്ചേരിയിൽ CPM ഇവിടെ ജയിച്ചു എന്ന് എഴുതിയിട്ട് ഇവിടെ CPM-ന് കൺസിസ്റ്റൻ്റ് വോട്ടേഴ്സ് ഉണ്ട് നമുക്ക് പറയാൻ പറ്റില്ല. കൺസിസ്റ്റൻസി നമുക്ക് പറയാൻ പറ്റും എങ്ങനെയാണ്? ഇത്രയും ഇലക്ഷനുകൾ നോക്കിയാൽ അതൊരു ഗ്രാജ്വൽ വളർച്ചയിൽ കാണുന്നുണ്ടെങ്കിൽ ആ കമ്മ്യൂണിറ്റിയിൽ ഈ ഇലക്ഷനോട് കൂടി അതൊരു 45%, 45%. ഇപ്പോൾ വരുന്ന കണക്കുകൾ നമ്മൾ അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ളൊരു ഏജൻസി തരുന്ന കണക്കുകൾ വിശ്വസിക്കുകയാണെങ്കിൽ 45% മുന്നാക്കരായിട്ടുള്ള ഹിന്ദുക്കൾ BJP-യെ പ്രിഫർ ചെയ്യുന്നു. പക്ഷേ അതിൻ്റെ പ്രശ്നം, ഇത് ചർച്ചയിൽ നിങ്ങൾ എവിടെയും കാണൂല. ഈഴവ വോട്ടിൻ്റെ ഒരു ചർച്ച, അത് അതിന് വോട്ടിൻ്റെ കാര്യം പറയേണ്ടതെന്നില്ല. ഞാൻ പറയണമെന്ന് വെച്ചാൽ ഇത് മിസ്സിംഗ് ആണ്.
ഇത് മിസ്സിങ് ആവുന്നത് എടുത്ത് തുടങ്ങുന്നു നമ്മളുടെ എന്താ പറയുക ഈ രാഷ്ട്രീയ അവലോകനങ്ങളുടെ ഒരു 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 പ്രതിസന്ധി. അത് മുസ്ലിങ്ങൾ നടത്തുന്നതാണെങ്കിലും ഇന്ത്യയിലുള്ള ഈ കേരളത്തിലുള്ള സെക്യുലർ ലിബറലുകൾ നടത്തുന്നതാണെങ്കിലും ഈ മിസ്സിങ് ആണ് ശരിക്കും ഒബ്വിയസ്ലി മറ്റ് ഘടകങ്ങൾ. ഇനി ഈഴവ കമ്മ്യൂണിറ്റിയിൽ ഞാൻ പറഞ്ഞ ഈ 2006 മുതൽ BJP ഇങ്ങനെ വോട്ട് ഷെയർ കൂട്ടിക്കൊണ്ടിരിക്കുന്നു. 2006 മുതൽ ഇവിടുത്തെ മുഖ്യധാര അന്ന് മുതലുള്ള ഇവിടുത്തെ ഇലക്ഷനെ നിർണ്ണയിച്ച വിഷയങ്ങൾ നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കുക. 2006 PDPൻ്റെ പൊന്നാനി വളരെ മുസ്ലിങ്ങൾ അന്നും ഇതേ ചർച്ച നടന്ന് മുസ്ലിങ്ങളാണ് ഇടതുപക്ഷത്തെ നിർണ്ണയിക്കുന്നത്. ആ ബാധ ഒഴിപ്പിക്കാൻ ഇലക്ഷൻ കഴിഞ്ഞ ഉടനെ ലോക്സഭാ ഇലക്ഷൻ കഴിഞ്ഞ ഉടനെ ഭീമാപള്ളിയിൽ 7 ആൾക്കാർ വെടിവെച്ചു വന്നു. 2009 2006 തുടങ്ങി. 2006 ഈ ഭീകരവാദത്തിനെ കുറിച്ചുള്ള കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഡിസ്കഷൻ വരുന്നത്. 2009 ഇലക്ഷനിലാണ് ഇത് വലിയൊരു അന്നാണ് ഇവരുള്ള വോട്ട് ഷെയറിൽ വലിയൊരു ഷിഫ്റ്റ് വരുന്നത്. പക്ഷേ ഇത് ഞാൻ പറഞ്ഞ BJPയുടെ വ്യവഹാരമാണ്. പക്ഷേ ഇത് നടത്തിയത് ആരാണ്? ഇവിടുത്തെ മുഖ്യധാര മാധ്യമങ്ങളും മുഖ്യധാര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും. പിന്നീട് നിങ്ങളെടുത്ത് പരിശോധിച്ചേക്കുക ലവ് ജിഹാദ്, 5ാം മന്ത്രി വിവാദം, ലവ് ജിഹാദ്, അതുപോലെ ഇങ്ങനെ മുസ്ലിങ്ങൾ അധികാരം കൈയടക്കുന്നു എന്നുള്ള തുടങ്ങിയിട്ടുള്ള ഈ കഴിഞ്ഞ നിയമസഭ, ലോക്കൽ ബോഡി, അസംബ്ലി ഇലക്ഷനുകളിലെല്ലാം തന്നെ മുസ്ലിങ്ങളെ കുറിച്ചുള്ള ഒരു ഭീതിയിൽ നിന്ന് വോട്ട് നേടാം എന്നുള്ളത് നേരത്തെ പറഞ്ഞ മാതിരി UDF മഹദനീൻ്റെ കാര്യത്തിൽ പരീക്ഷിച്ചതുപോലെ തന്നെ LDF അത് പരീക്ഷിക്കുന്നു. അത് അതിൽ പാർട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി വരുന്നുള്ളൂ. ചിലപ്പോൾ മുസ്ലിം ലീഗ് ആവും, ചിലപ്പോൾ ജമാഅത്ത് ഇസ്ലാമി ആവും, ചിലപ്പോൾ SDP ആവും, വട്ടവർ ഏതെങ്കിലും ഒരു പേരിലുള്ള ഒരു പാർട്ടീനെ മുൻനിർത്തി ഈ ഭീതി നിലനിർത്തുന്നു. ഇപ്പോൾ ഈ മുസ്ലിങ്ങൾ അന്യായമായി നേടുന്നു എന്നൊരാൾ ആരോപിക്കുമ്പോൾ അപ്പോൾ കഴിഞ്ഞ ലോക്കൽ അസംബ്ലി ഇലക്ഷനിൽ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിക്കകത്ത് ഈ വ്യാപകമായ പ്രചാരണം നടന്നു. ഈ സർക്കാരാണ് കൊടുക്കുന്നതെന്നാണ് പ്രചാരണം. സർക്കാർ ഇതെന്താണ് ഇതിൽ നിശബ്ദമായി നിൽക്കുന്നത്? എന്തുകൊണ്ടാണ് സർക്കാർ അതിൽ നിശബ്ദമായി നിൽക്കുന്നത്? അല്ലെങ്കിൽ ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ ഇങ്ങനെ പ്രസ്താവന നടക്കുമ്പോൾ സർക്കാർ എന്തുകൊണ്ടാണ് നിശബ്ദമായി നിൽക്കുന്നത്? അപ്പോൾ ഞാൻ പറയുന്നത് വെച്ചാൽ ഈ മുഖ്യധാര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ പലപ്പോഴും അതുവഴി കിട്ടുന്ന ആനുകൂല്യങ്ങൾ, അവർക്ക് കിട്ടുന്ന ഡിവിഡൻഡ് അവരെടുക്കാമെന്ന് വിചാരിക്കുന്നു. പക്ഷേ ആ ഡിവിഡൻഡിന് ഇന്ന് ഒരു സ്ട്രോങ് കണ്ടൻഡർ വന്നിരിക്കുന്നു. ഞങ്ങളുടെ ആ ഒരു വാദത്തിന് ഞങ്ങൾ തന്നെ ഡിവിഡൻഡ് ഞങ്ങൾ എടുത്തോളൂ, ഞങ്ങളാൾ എടുക്കേണ്ട എന്നുള്ള ആ ഒരു യാഥാർത്ഥ്യപരവും ഇതിനെ എങ്ങനെയാണ് കേരളത്തിലെ മുഖ്യധാര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ അഭിമുഖീകരിക്കുന്നത്? അപ്പോൾ ഞാൻ പറയുന്നത് വെച്ചാൽ ഇതിൽ ഇപ്പോൾ ഒരു 2005 തോന്നുന്നു BJDS 2015 അപ്പോൾ ഈ BJDSന് ശേഷമാണ് ഈഴവ കമ്മ്യൂണിറ്റിയിൽ നിന്ന് ഒരു വോട്ട് ഷെയറിലുള്ള ലീപ്പ് വരുന്നത്. ആ ഒരു അപ്പം നമ്മളത് നേരിട്ട് സമുദായം എന്നുള്ള നിലക്കല്ല, അതിൻ്റെ ഒരു മീഡിയേറ്റിംഗ് പൊസിഷനിൽ BJDS നിൽക്കുന്നുണ്ട്. പക്ഷേ നേരത്തെ പറഞ്ഞ മാതിരി ഈ BJDS ഉണ്ടാക്കിയത് തന്നെ അതിൻ്റെ പിറകിലുള്ള ഇതുപോലുള്ള പല താല്പര്യങ്ങളുണ്ട്. കാരണം എന്താ വെച്ചാൽ ഈഴവ കമ്മ്യൂണിറ്റി എന്നുള്ള കമ്മ്യൂണിറ്റിയിലേക്ക് ഒരു ഈ നായർ കമ്മ്യൂണിറ്റിയിലേക്ക് നേരിട്ട് തന്നെയാണ് ഇത് പ്രവേശിക്കണം. ഞാൻ പറഞ്ഞു അതിൽ വേറെ തരത്തിലുള്ള മീഡിയേറ്റേഴ്സൊന്നുമില്ല. ഈ മീഡിയേറ്ററെ വെച്ചുകൊണ്ടാണ് ഈഴവ കമ്മ്യൂണിറ്റിയിൽ ഒരു സാധ്യത ഉണ്ടാക്കുന്നത്. കാരണം എന്താ വെച്ചാൽ ആ പൊളിറ്റിക്കൽ ആസ്പിറേഷൻ, പറഞ്ഞ ഇന്ത്യയിൽ കേരളത്തിലുള്ള ഈഴവ കമ്മ്യൂണിറ്റിയുടെ ഒരു ഹിസ്റ്റോറിക്കൽ ലെഗസി എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ ആ പൊളിറ്റിക്കൽ ആസ്പിറേഷൻ, അവരുടെ പൊളിറ്റിക്കൽ ആസ്പിറേഷൻ പരിഹരിക്കപ്പെട്ടിട്ടില്ല തുടങ്ങിയിട്ടുള്ള ഒരുപാട് പരാതികളുണ്ട്. ഈ പ്രശ്നങ്ങളെ പലപ്പോഴും BJP ഒഡീഷയിൽ എപ്പോഴും നിങ്ങൾ ഈ ട്രൈബൽ ലൊക്കാലിറ്റിയിൽ പോയി നോക്കിയാൽ അവരവിടുത്തെ ദളിത് ക്രിസ്ത്യൻസിന് ചീത്ത പറയും അവരുടെ പതിതാവസ്ഥക്ക് കാരണം. അത് ചിലപ്പോൾ അവിടുത്തെ മൈനിങ്ങിൻ്റെ പ്രശ്നമായിരിക്കും, സർക്കാരിൻ്റെ പ്രശ്നമായിരിക്കും. പക്ഷേ ഇമ്മീഡിയറ്റ് അവരെപ്പോഴും പറയുക തൊട്ടപ്പുറത്തുള്ള പാനോ ദളിത് എന്ന് പറയുന്ന ദളിത് ക്രിസ്ത്യൻ വിഭാഗങ്ങൾക്കെതിരായിരിക്കും. അവർ സംസാരിച്ചാൽ അവർ ദാരിദ്ര്യത്തിൻ്റെ കാരണം അവർ പറയാം ഇവർ ഭൂമി തട്ടിയെടുത്തു അത് എന്നൊക്കെ ആയിരിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു ഇതേപോലുള്ളൊരു ഈ ഒരു വ്യവഹാരം ഇവർ കടത്തിവിടുകയും അതിനോട് രാഷ്ട്രീയ പാർട്ടികളൊക്കെ സൈലൻ്റായി നിൽക്കുകയും ചെയ്യുന്നിടത്തുനിന്നാണ് എപ്പോഴും പറയാം ഈ ഒരു പ്രോസസ്സ് സംഭവിക്കണം. അപ്പം ഈഴവ കമ്മ്യൂണിറ്റിക്കിടയിൽ നടക്കുന്ന ഈ പ്രോസസ്സിനെ അവരുടെ ഇന്ത്യയിലെ കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾ അഭിമുഖീകരിക്കുന്നില്ല. അതിനെ CPM അതൊരു ഫിക്സഡ് ഡെപ്പോസിറ്റായിട്ടാണുള്ളത് കാണാം. അതുകൊണ്ട് അവരും അഭിമുഖീകരിക്കുന്നില്ല. എന്ന് മാത്രമല്ല ഇസ്ലാമോഫോബിയയുടെ ഈ ഒരു രാഷ്ട്രീയം ഈ ഓരോ ഇലക്ഷനിലും ഇതിൻ്റെ ആക്സിസിൽ കൊണ്ടു നിർത്തുന്നതിൽ ഇവർക്കെല്ലാവർക്കും ഒരു റോളുള്ളതുകൊണ്ട് തന്നെ ഇതിന് വേറെ ഒരു ടേക്ക് ഹോൾഡേഴ്സ് വരുമെന്നുള്ളതിനെക്കുറിച്ച് പലപ്പോഴും അവർ ആലോചിക്കുന്നില്ല. അത് പല മണ്ഡലങ്ങളിലും റിഫ്ലക്റ്റ് ചെയ്തിട്ടുണ്ട്. എന്ന് മാത്രമല്ല ഇതിൻ്റെ ഒരു രൂക്ഷത ഒരു പക്ഷേ പ്രത്യേകിച്ചും
ഉത്തരേന്ത്യയിലെ മുഖ്യധാരാ മാധ്യമങ്ങളെ അവഗണിച്ച ആളുകൾ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളെയാണ് ഒരു ആൾട്ടർനേറ്റീവ് വോയിസായി എടുത്തതെങ്കിൽ ഇവിടെ നേരെ തിരിച്ചാണ്. ഇവിടെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ വഴി നടക്കുന്ന വിദ്വേഷ പ്രചാരണത്തിൻ്റെ ആഴം വളരെ ഇതാണ്. നിങ്ങൾ ABC, കർമ്മ ന്യൂസ്, മറ്റേ ന്യൂസ് എന്നൊക്കെ പറഞ്ഞതിൽ ഇതിലിങ്ങനെ വളരെ സ്വാഭാവികമെന്നോണം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരാളോട് നിങ്ങൾ ചോദിച്ചാൽ മതി, വെറുതെ നിങ്ങൾക്കൊരു സോഷ്യൽ എക്സ്പെരിമെൻ്റ് നടത്തുക. വെറുതെ ഒരാളോട് ചോദിക്കുക, മദ്രസകളിലേക്കാരാണ് ശമ്പളം കൊടുക്കുന്നത്? സർക്കാരാണെന്ന് പറയുന്ന വിശ്വസിക്കുന്ന ആളുകൾ കേരളത്തിലുണ്ട്. ഇത്രയും പത്രമൊക്കെ വായിക്കുന്ന ആളുകളും. ഇതിൽ ഈ സ്വാധീനമൊക്കെ വളരെ വലുതാണ്. കാരണം എന്താ വെച്ചാൽ ഇതിനൊരു കൗണ്ടർ നെറേറ്റീവ് അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു സത്യാവസ്ഥ വേറെ ആരും പറയുന്നില്ല. രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ പറയുന്നില്ല, സാമൂഹിക മൂവ്മെൻറ്റുകൾ പറയുന്നില്ല, സിവിൽ സൊസൈറ്റി നമ്മൾ ഭയങ്കര സാക്ഷരരായതുകൊണ്ട് ഇതിലൊന്നും വിശ്വസിക്കുന്നില്ല എന്ന് പറയുന്നു. പക്ഷേ ഇത് റുഡിമെൻ്റായിട്ട് കിടക്കുകയും അതിന് വലിയ രീതിയിലുള്ള ഒരു പ്രചാരണം ഇവിടെ കിട്ടിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അത് കേരളത്തിൽ വളരെ സീരിയസ് ആയിട്ട് തന്നെ എനിക്ക് തോന്നുന്നത് സാമൂഹിക മൂവ്മെൻറ്റുകൾ അഡ്രസ്സ് ചെയ്യേണ്ട ഒരു പ്രശ്നമാണ്. അപ്പോൾ ഇതിനെന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് പലപ്പോഴും മുസ്ലിം ഗ്രൂപ്പുകളടക്കമുള്ള ഗ്രൂപ്പുകൾ സീരിയസ് ആയിട്ട് തന്നെ ആലോചിക്കേണ്ട ഒരു പ്രശ്നമാണ്. ഇലക്ഷൻ കഴിഞ്ഞു അല്ലെങ്കിൽ ഇന്ത്യ മുന്നണി വന്നു എന്നുള്ളത് മാത്രം ഒരു പ്രധാനപ്പെട്ട ഘടകം എന്നുള്ളതാണ്. അപ്പോൾ ഇതിലേക്ക് നയിക്കുന്ന ഇങ്ങനത്തെ ഘടകങ്ങളെ നമ്മൾ സൂക്ഷ്മമായിട്ട് അടുത്തൊരു സ്റ്റേജ് ഞാൻ നേരത്തെ പറഞ്ഞു, ഫാസിസ്റ്റ് വിരുദ്ധ പോരാട്ടം എന്നൊക്കെ പറയുന്നത് നമ്മൾ അവസാനിപ്പിച്ചിട്ട് അല്ലെങ്കിൽ ആ ഒരു വിഷൻ അവസാനിപ്പിച്ചിട്ട് നിൽക്കാറായിട്ടില്ല എന്നുള്ളതാണ്. ഇനിയാണ് ശരിക്കും കേരളം മാത്രമല്ല ഇന്ത്യയിൽ തന്നെ വളരെ നിർണായകമായിട്ടുള്ള ഒരു ഘട്ടം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതൊരു ബ്രീത്തിങ് സ്പേസ് നൽകിയെങ്കിൽ ഈ ബ്രീത്ത് എടുത്തിട്ട് ഇനി എന്ത് ചെയ്യണം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അതിൽ പ്രധാനമാണ് ഈ ഒരു പൊളിറ്റിക്സിനെ എങ്ങനെ കൊണ്ടുപോകാൻ പറ്റും. ഈ സാമൂഹിക നീതിയുടെ ഈ രാഷ്ട്രീയത്തിന് ഇങ്ങനത്തെ ഒരു ചലനം ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ അതിനെങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുക. അതിന് ഒരു തരത്തിലുള്ള സേവിയർ കോംപ്ലക്സ് മാറ്റി ഇന്ത്യയിലുള്ള പിന്നാക്ക ന്യൂനപക്ഷ വിഭാഗങ്ങൾ അവർ തന്നെ ഇപ്പം ഇന്ത്യയെ നിർണ്ണയിച്ചിട്ടുള്ള 3-4 പ്രക്ഷോഭങ്ങളാണ് ഈ ഇലക്ഷനിൽ നിർണായകം എന്നാണ് ഞാൻ കരുതുന്നത്. ഒന്ന് പൗരത്വ പ്രക്ഷോഭം, കർഷക പ്രക്ഷോഭം, കൃത്യമായിട്ടും സാമുദായിക ഉള്ളടക്കമുള്ള പ്രക്ഷോഭം കൂടിയാണ് ഈ പ്രക്ഷോഭങ്ങൾ മുഴുവനും. ഈ പ്രക്ഷോഭങ്ങളാണ് അതുപോലെ തന്നെ ഉത്തരേന്ത്യയിൽ ഇപ്പോൾ നമ്മൾ ഗുസ്തിക്കാർ നടത്തിയിട്ടുള്ള പ്രക്ഷോഭങ്ങൾ, ജാട്ട് മേഖലയിൽ ഉണ്ടാക്കിയിട്ടുള്ള ചലനങ്ങൾ, അത് വളരെ നിർണായകമായിട്ടുള്ള ചലനങ്ങൾ അത് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം ഇത്തരം പ്രക്ഷോഭങ്ങളാണ്, ഗ്രൗണ്ടിലുള്ള മൂവ്മെൻറ്റുകളാണ് സ്വന്തം വീടിൻ്റെ മുന്നിൽ, യോഗിക്ക് മുന്നിൽ നിന്നുകൊണ്ട് വ്ളോഗ് ചെയ്യുന്നവനും അതിനെതിരെ സംസാരിക്കുന്നു, വീട് തകരുമെന്ന് ഉറപ്പുള്ളപ്പോഴും ഇവരാണ് ശരിക്കും ഈ ചലനം ഉണ്ടാക്കിയിട്ടുള്ളതെന്ന് നമ്മൾ ആ ഒരു യാഥാർത്ഥ്യബോധം നമുക്കുണ്ടാവണം. ഒബ്വിയസ്ലി ഈ നാട്ടുകാർക്ക് മുഴുവനും ഇലക്ഷനിൽ നിന്നിട്ട് വിജയിക്കാനുള്ളതൊന്നും ഉണ്ടാവില്ല. ഈ ഒരു മൂവ്മെൻറ്റുകളുടെ ഒരു കണ്ടിന്യൂറ്റി, ഞാൻ പറഞ്ഞാൽ അതേമാതിരി കണ്ടിന്യൂ ചെയ്യാനൊന്നുമല്ല, പക്ഷേ ആ മൂവ്മെൻറ്റുകളുടെ ഒരു പൊളിറ്റിക്സിൻ്റെ കണ്ടിന്യൂറ്റി ഇല്ലാതെ നമ്മളൊരു തരം സേവിയർ കോംപ്ലക്സിലേക്ക് വീണ് കഴിഞ്ഞാലുള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, പ്രത്യേകിച്ചും ഞാൻ നേരത്തെ പറഞ്ഞു, ഹിന്ദുത്വ രാഷ്ട്രീയം വിടവാങ്ങുകയോ പിൻവാങ്ങുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഇത് വേണമെങ്കിൽ പറയാവുന്നത് വേറൊരു രീതിയിലും പല ആളുകളും വിശകലനം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇത് ഒരർത്ഥത്തിൽ മോഡിക്കും അമിത്ഷാക്കുള്ളൊരു താക്കീതാണ്, പക്ഷേ RSSൻ്റെ സ്ട്രോങ് ഹോൾഡാണ് വരാൻ പോകുന്നത് എന്നുള്ള വിശകലനങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അടുത്ത വർഷങ്ങളെന്ന് പറയുന്നത് വളരെ നിർണായകമാണ്. എന്ന് മാത്രമല്ല, നേരത്തെ പറഞ്ഞ മാതിരി ഇന്ത്യയിലെ മുസ്ലിങ്ങളടക്കമുള്ള വിഭാഗങ്ങൾക്ക് ഒരു തരം ഔദാര്യതയിൽ മാത്രം നൽകപ്പെടേണ്ടതുള്ള രാഷ്ട്രീയ അവകാശങ്ങൾ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, രാഹുൽ ഗാന്ധി വരുന്നു, വയനാട് മത്സരിക്കുന്നു, മുസ്ലിങ്ങൾ എൻബ്ലോക്കായിട്ട് ഇന്ത്യയിൽ മുഴുവൻ വോട്ട് ചെയ്യുന്നു. ഫോട്ടോകളിൽ ഒരുപക്ഷെ ഒരു മുസ്ലിം പെൺകുട്ടിയെ ചേർത്ത് പിടിച്ച് നിർത്തുന്നതുണ്ട്. ഇതൊരു സിംബോളിക്കായിട്ടുള്ള വളരെ ആശ്വാസകരമാണ്, ഒരു നേതാവിനെ എങ്ങനെ പിടിച്ച് നിൽക്കണ്ടല്ലോ എന്നുള്ളത്. പക്ഷേ ഈ ഉദാരത ഈ ഇന്ത്യൻ ദേശരാഷ്ട്രം രൂപവൽക്കരിക്കുമ്പോഴും ജവഹർലാൽ നെഹ്റു അടക്കമുള്ള ആളുകൾ പറഞ്ഞാണ്, ഈ ഉദാരത ഉണ്ട്, നിങ്ങളെ ഞങ്ങൾ കാത്തുരക്ഷിക്കും. പക്ഷേ അതൊരു തരത്തിലുള്ള ഒരു കോൺട്രാക്റ്റിലേക്കോ പൊളിറ്റിക്കൽ റൈറ്റിലേക്കോ പരിവർത്തിപ്പിക്കപ്പെടാത്തത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത് അതുകൊണ്ട് മാത്രം ഇന്നും മുസ്ലിങ്ങളൊരു ഇൻവിസിബിൾ കാറ്റഗറി ആയിട്ട് പൊളിറ്റിക്സിൻ്റെ ഒരു വ്യവഹാരങ്ങളിലും രാഷ്ട്രീയത്തിൻ്റെ അവകാശങ്ങളുടെ വ്യവഹാരങ്ങളില്ലാതിരിക്കുകയും, എന്നാൽ ഒരു ഡമോൺ എന്ന നിലക്ക് ഇതിനെ ചലിപ്പിക്കുന്ന ഒരു ഫാസിസ്റ്റ് യന്ത്രത്തെ ചലിപ്പിക്കുന്ന ഒരു വിദ്വേഷ രാഷ്ട്രീയത്തിൻ്റെ സൂചകമായിട്ട് നിലനിൽക്കുകയും ചെയ്യുന്ന അവസ്ഥ ഉള്ളത്
ഒരർത്ഥത്തിലുള്ള ഒരു പൊളിറ്റിക്കലായിട്ട് ഒരു വാല്യൂ, വോട്ടിനൊരു വാല്യൂ എപ്പോഴാണ് വരിക? വോട്ടിന് നിങ്ങൾക്ക് വാല്യൂ, നിങ്ങളുടെ വോട്ട് ഒരു ചലനം ഉണ്ടാക്കണം. വോട്ടിൻ്റെ ചലനം എങ്ങനെ ഉണ്ടാവുക? നിങ്ങളുടെ പൗരൻ എന്നുള്ള നിങ്ങളുടെ അവകാശങ്ങൾ, നിങ്ങളുടെ ശബ്ദം കേൾപ്പിക്കപ്പെടണം. ആ ശബ്ദം കേൾപ്പിക്കപ്പെടുന്നില്ല എന്നുള്ളത് മാത്രമല്ല, അത് കൂടുതൽ സൈലൻസ് ആവശ്യപ്പെടുന്നു എന്നുള്ളത് ജനാധിപത്യത്തെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നില്ല അത്ര ശുഭകരമായിട്ടുള്ളൊരു കാര്യമാണെന്ന്. അതുകൊണ്ട് ഈ ബ്രീത്തിങ് സ്പേസ് നമുക്ക് നൽകുന്ന സൂചനകൾ എന്താണെന്നും ഭാവിയിലേക്കുള്ള നമ്മുടെ ചലനങ്ങൾ എങ്ങനെയാണത് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്, പ്രത്യേകിച്ചും കേരളം പോലുള്ള സ്ഥലത്ത് BJP എന്ന് പറയുന്ന ഒരു പാർട്ടി, RSSന് ഏറ്റവും കൂടുതൽ ശാഖകളുള്ള കേരളത്തിൽ അതിൻ്റെ വിന്നബിലിറ്റി തെളിയിച്ചൊരു സാഹചര്യത്തിൽ ഈ വിവിധ സാമുദായിക വിഭാഗങ്ങൾക്കിടയിൽ അവർ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന, ഓരോ സാമൂഹിക വിഭാഗങ്ങൾക്കിടയിൽ അവർ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ എന്തായിരിക്കണം നമ്മുടെ ഒരു രാഷ്ട്രീയത്തിൻ്റെ ഒരു പുതിയ അലകും പിടിയും എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു വിശദമായ ചർച്ചയാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. ഞാൻ കൂടുതലൊന്നും അതിലേക്ക് ഇപ്പോൾ തൽക്കാലം ഞാൻ പറയുന്നില്ല. ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്, ആദ്യം സംസാരിക്കുന്നത് KK ബാബുരാജാണ്. KK ബാബുരാജിനെ ക്ഷണിച്ചു.